വാട്ട് ഈസ് ദ ബെസ്റ്റ് സൂപ്പർ മാർക്കറ്റ് ഇൻ സ്പെയിൻ? അതായത് ഫ്രഷ് ഫുഡ്, ഗുഡ് ക്വാളിറ്റി, ബഡ്ജറ്റ് ഫ്രണ്ട്ലി, ഇതെല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ ഒരൊറ്റ പേരേ ഉള്ളൂ, അതാണ് മർക്കഡോണ. ഇതാണ് മർക്കഡോണയിലെ റെഡി ടു ഈറ്റിൻ്റെ ഒരു കൗണ്ടർ. ഇവിടെ എല്ലാ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡും കിട്ടും. മർക്കഡോണയിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കൗണ്ടറിലേക്ക് തന്നെ വരണം. റെഡി ടു ഈറ്റ് എന്നുള്ളൊരു സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ ഫുഡ് ഐറ്റംസ് എല്ലാം ഈ ഒരു അപ്പ തന്നെ കുക്ക് ചെയ്ത് വെക്കും. സ്പെയിനിലെ ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ ഫുഡും ഇവിടെ ഉണ്ട്. ഈ ഒരു സൂപ്പർ മാർക്കറ്റിലെ ഏറ്റവും കൂടുതൽ സ്പാനിഷ് പ്രോഡക്ട്സ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വേറൊരു പ്രോഡക്റ്റ് നമുക്ക് കാണാനായിട്ട് കഴിയില്ല, കിട്ടുകയില്ല. എല്ലാ ബേസിക് ഐറ്റംസും ഒരു കിടക്കീഴിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ വി ക്യാൻ ഗെറ്റ് ഓൾ ഓഫ് അവർ ഷോപ്പിംഗ് ഡൺ ക്വിക്കലി. ഇവിടെ നിന്ന് എന്ത് വേണമെങ്കിലും എടുക്കാം. ഞങ്ങളിപ്പോൾ എടുത്തിരിക്കുന്നത് പയേജ മിക്സ്ഡയാണ്. പിന്നെ നമുക്ക് ഇത് ചൂടാക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ട്. തൊട്ടടുത്ത് തന്നെ ഒരു കൗണ്ടർ ഉണ്ട്. ആ കൗണ്ടറിൽ നമുക്ക് ചൂടാക്കാൻ സാധിക്കും. അവിടെ തന്നെയായിട്ട് മൈക്രോവനും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. സ്പെയിനിൽ തന്നെ ഒട്ടനവധി സൂപ്പർ മാർക്കറ്റുകളുണ്ട്. ആൽഡി, മാസ്, ഇറോസ്കി, അൽക്കാംബോ, ലീദിൽ, എൽ കോർത്തെ ഇംഗ്ലീസ്, കാർഫൂർ അങ്ങനെ തുടങ്ങി. പക്ഷേ ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് മർക്കഡോണ തന്നെയാണ്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഉയർന്ന ഗുണനിലവാരമുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും മീറ്റ്സും ഒക്കെയാണ് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ മർക്കഡോണയിൽ നിന്ന് ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നിരാശപ്പെടേണ്ടതായിട്ട് വരില്ല. ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും മർക്കഡോണയുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. പിന്നെ കുറേ കാര്യങ്ങൾ വൈവിധ്യമൊന്നും മർക്കഡോണയിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. കാരണം സ്പെയിനിലെ ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ വൈവിധ്യം വളരെ കുറവാണെങ്കിലും എല്ലാ ഐറ്റംസിലും ഭയങ്കര ക്വാളിറ്റിയാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. ചില പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മർക്കഡോണയിൽ മാത്രമാണ് കാണാൻ സാധിക്കുകയുള്ളൂ. മറ്റു പല സൂപ്പർ മാർക്കറ്റിലും ഓരോരോ ബ്രാൻഡുകളായിട്ട് ലിങ്ക്ഡ് ആണ്. പക്ഷേ മർക്കഡോണ ആവട്ടെ അവരുടെ പ്രൈവറ്റ് ബ്രാൻഡ് പ്രോഡക്റ്റ് ആണ് അവരുടെ ഷെൽഫിൽ വെച്ചിരിക്കുന്നത്. ഇവിടെ ഫുഡ് ഐറ്റംസ് മാത്രമല്ല കേട്ടോ കിട്ടുന്നത്. ഫാർമസി ആയിട്ട് ബന്ധപ്പെട്ട പ്രോഡക്റ്റുകൾ, കോസ്മെറ്റിക് പ്രോഡക്റ്റുകൾ, ആനിമൽ ഫുഡ് എന്നിവയുടെയൊക്കെ ഒരു നീണ്ട നിര തന്നെ ഉണ്ട്. മറ്റു പല സൂപ്പർ മാർക്കറ്റുകളിലും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ടാഗ് ഒന്നല്ല അവരിടുന്നത്. പക്ഷെ മർക്കഡോണയിലാവട്ടെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ടാഗ് ആണ്. അതുകൊണ്ട് തന്നെ ഏതൊരു സാധാരണക്കാരനും ഇവിടെ നിന്ന് എന്ത് ഐറ്റംസും വാങ്ങാനായിട്ട് സാധിക്കും. സ്പാനിഷുകാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് പാൻ എന്ന് പറയുന്നത്. ഈ പാനിന്റെ വലിയൊരു കളക്ഷൻ തന്നെയാണ് മർക്കഡോണയിലുള്ളത്. ഏറ്റവും ഫ്രഷ് ആയിട്ടും ചൂടോട് കൂടിയിട്ടുള്ള പാൻ കിട്ടുന്ന ഒരു മേഖലയാണ് കേട്ടോ ഇത്. ഈ പാൻ വെച്ചിരിക്കുന്ന കൗണ്ടറിന്റെ തൊട്ടു പുറകിലായിട്ടാണ് ഈ ഒരു പാൻ ഉണ്ടാക്കുന്നത്. ഇതിൽ കൂടുതൽ വേറെ എന്തെങ്കിലും തെളിവ് വേണോ? അതുകൊണ്ടാണ് എല്ലാ സ്പാനിഷുകാരും മറ്റു സൂപ്പർ മാർക്കറ്റുകളെ ഒന്നും ആശ്രയിക്കാതെ മർക്കഡോണയെ തന്നെ എല്ലാത്തിനും ആശ്രയിക്കുന്നത്. ഇവിടുത്തെ കസ്റ്റമർ സർവീസ് ആണെങ്കിലും അതുപോലെ തന്നെ ക്ലീനിങ് സെക്ഷൻ ഒക്കെ ആണെങ്കിലും എടുത്തു പറയേണ്ട ഒന്നാണ്. കസ്റ്റമേഴ്സിനോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. എന്തിനും ഹെൽപ്പ് ചെയ്യുന്ന ആളുകൾ. പിന്നെ ഇവിടുത്തെ ക്ലീനിങ് സെക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അരമണിക്കൂർ ഇടവിട്ടാണ് ക്ലീനിങ് സർവീസ് ഉള്ളത്. സ്പെയിനിലുള്ള എല്ലാ മർക്കഡോണയുടെ സ്റ്റോറുകളും ക്രമീകരിച്ചിരിക്കുന്നത് ഈ ഒരു പാറ്റേണിലാണ്. സ്പാനിഷ് പ്രോഡക്റ്റ് മാത്രമേ കിട്ടൂ എന്നുള്ള ഡ്രോബാക്ക് ഒഴിച്ച് ബാക്കി എല്ലാത്തിലും മർക്കഡോണ ഓക്കെയാണ്. മർക്കഡോണയുടെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ മൈക്രോവനും സ്പൂണും നൈഫും ഫോർക്കും ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ ഫുഡ് കഴിക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ട്. സ്പെയിനൊക്കെ കറങ്ങാൻ വരുന്ന ടൂറിസ്റ്റേഴ്സിന് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റാണ് മർക്കഡോണ. നമ്മുടെ ബേസിക് നീഡായ ടോയ്ലറ്റ് സംവിധാനങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ സ്പെയിന്റെ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.